അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണത് മിയോസിസ് ആണ്. മിയോസിസിലെ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്, ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ്, കോൺസിക്വൻസസ് ഓഫ് മിയോസിസ്. അത് നമുക്ക് മിയോസിസ് എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം. മിയോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ. ഇതിലെന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് വാല്യൂവിൽ നിന്ന് ഹാപ്ലോയിഡ് വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മിയോസിസ്. മിയോസിസിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ഫസ്റ്റ്, മിയോസിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെക്സ് സെൽസ് ഓഫ് ഗ്യാമീറ്റ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ നടക്കുന്നത്? ഗ്യാമീറ്റ്സ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ഗ്യാമീറ്റ്സ് ഫോർമേഷൻ മിയോസിസിലൂടെയാണ് സംഭവിക്കുന്നത്. അതൊരു മെയിൻ സിഗ്നിഫിക്കൻസ് ആയിട്ടാണ് പറയുന്നത്. പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ പ്രിസൈസ്ലി റെഡ്യൂസിങ് ദ ക്രോമസോം നമ്പർ ടു എ ഹാപ്ലോയിഡ് വാല്യൂ ഇൻ ഗ്യാമീറ്റ്സ് ആൻഡ് സ്പോസ്. അതായത് ഗ്യാമീറ്റ്സിലും സ്പോസിലൊക്കെ ക്രോമസോം നമ്പറിനെ ഹാപ്ലോയിഡ് വാല്യൂ ആയിട്ട് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം മിയോസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ serves as a basic mechanisms to maintain genetic continuity and also to conserve species specific chromosome number over successive generations. അതായത് ജനറ്റിക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും തുടർന്നുള്ള ജനറേഷൻസിലെ സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമസോം നമ്പർ കൺസേർവ് ചെയ്യുന്നതിനും ഉള്ള ഒരു ബേസിക് മെക്കാനിസം ആയിട്ട് മിയോസിസ് സെർവ് ചെയ്യുന്നുണ്ട്. എനേബിൾസ് ദ കോമ്പിനേഷൻ ബിറ്റ്വീൻ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ് ആൻഡ് ജീൻസ് ഇൻ ഗ്യാമീറ്റ്സ്. അതായത് ഗ്യാമീറ്റ്സിലെ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ്, അതായത് പാരൻ്റൽ ക്രോമസോംസും ജീൻസും തമ്മിലുള്ള കോമ്പിനേഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെങ്ങനെ പറയാം? ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ് ടേക്സ് പ്ലേസ്. ദസ് ദ ക്രോമസോംസ് ആൻഡ് ട്രൈഡ്സ് കൺട്രോൾഡ് ബൈ ദം ആർ റീഷഫിൾഡ്. മിയോസിസിലെ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഹൗ ഡിഫറെൻറ്റ് ജീൻസ് ഇൻഡിപെൻഡൻ്റ്ലി സെപ്പറേറ്റ് ഫ്രം വൺ അനദർ വെൻ റീപ്രൊഡക്റ്റീവ് സെൽസ് ഡെവലപ്പ്. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ആൻഡ് ട്രൈഡ്സ് അവിടെ റീഷഫിൾഡ് ചെയ്യുന്നു, പുനഃക്രമീകരിക്കപ്പെടുന്നു. Then brings about the redistribution and reorganization of the genetic material through crossing over and recombination, causing the shuffling of genes and the formation of new gene combinations. അതായത് ജനറ്റിക് മെറ്റീരിയൽസിൻ്റെ റീഡിസ്ട്രിബ്യൂഷനും റീഓർഗനൈസേഷനൊക്കെ ക്രോസിങ്ങിലൂടെയും റീകോമ്പിനേഷനിലൂടെയൊക്കെ കൊണ്ടുവരുന്നു. ഇത് ജീൻസിൻ്റെ ഷഫ്ലിങ്ങിനും ന്യൂ ജീൻ കോമ്പിനേഷൻസിൻ്റെ ഫോർമേഷനും കാരണമാകുന്നു. ദിസ് ഇൻ ടേൺ ക്രിയേറ്റ്സ് ജനറ്റിക് വേരിയബിലിറ്റി, പ്രൊമോട്ട്സ് ദ അഡാപ്റ്റബിലിറ്റി, ഫിറ്റ്നസ് ആൻഡ് സർവൈവൽ വാല്യൂ ഓഫ് ഓർഗാനിസംസ് ആൻഡ് ആൾസോ ഇൻക്രീസസ് ദെയർ എവല്യൂഷണറി പൊട്ടൻഷ്യാലിറ്റി. ഇതൊന്നും കൂടാതെ ജനറ്റിക് വേരിയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ഓർഗാനിസംസിൻ്റെ അഡാപ്റ്റബിലിറ്റി, ഫിറ്റ്നസ്, സർവൈവൽ വാല്യൂ ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും ഒപ്പം എവല്യൂഷണറി പൊട്ടൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാമ സാധ്യത ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. Then every sex cell made from meiosis has a unique combination of chromosomes. This means that no two sperms or egg cells are genetically identical. അതായത് മിയോസിസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗ്യാമീറ്റ്സിനും ക്രോമസോംസിൻ്റെ ഒരു യൂണീക്ക് കോമ്പിനേഷൻ ഉണ്ട്. അതെന്താ മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ രണ്ട് സ്പേമോ എഗ് സെൽസോ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല അല്ലെങ്കിൽ അല്ല. Then every fertilization event produces new combination of traits. ഓരോ ഫെർട്ടിലൈസേഷൻ ഈവൻസും ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ജനറ്റിക് ഡിഫക്ട്സ് പരിഹരിക്കുന്നതിൽ ജനറ്റിക് റീകോമ്പിനേഷൻ ഓഫ് മിയോസിസിനൊരു പ്രധാന പങ്കുണ്ട്. Then it deactivates the genetic information for the development of sex cells and deactivates the sporophytic informations. അതായത് ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് സെൽസിനായിട്ട് ജനറ്റിക് ഇൻഫർമേഷൻ ആക്ടിവേറ്റ് ചെയ്യുകയും സ്പോറോഫിറ്റിക് ഇൻഫർമേഷൻസ് ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. It maintains the constant number of chromosomes by having the same. This is important because the chromosome number doubles after fertilizations.
അതായത് ഇവിടെ ക്രോമസോം നമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഫെർട്ടിലൈസേഷന് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ക്രോമസോം നമ്പർ ഡബിളായിട്ട് മാറുന്നുണ്ട്. The genetic mutations occurs due to the irregularities in cell division by meiosis. The mutations that are beneficial are carried on by natural selection. അതായത് മിയോസിസ് മൂലം ഉണ്ടാകുന്ന സെൽ ഡിവിഷനിലെ അബ്നോർമാലിറ്റീസ് ജനറ്റിക് മ്യൂട്ടേഷൻസിന് കാരണമാകുന്നു. ബെനഫിഷ്യൽ മ്യൂട്ടേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്? നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് നടക്കുന്നത്. പിന്നെ ക്രോസിംഗ് ഓവർ, ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രൈഡ്സും വേരിയേഷനൊക്കെ കാരണമാകുന്നുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് പറയാനുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്, എക്സ്പ്രഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, പിന്നെ അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ്, ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ, ഇതൊക്കെയാണ് മിയോസിസിൻ്റെ പ്രധാന സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ നമുക്ക് ഡിസഡ്വാൻറ്റേജസും പറയണം, കുറച്ചുള്ളൂ. അതായത് an organism cannot reproduce by itself but must find another organisms to reproduce. അതായത് ഒരു ഓർഗാനിസംസിന് സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. മിയോസിസിൽ സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. മസ്റ്റ് ഫൈൻഡ് അനദർ ഓർഗാനിസംസ് ടു reproduce. Then this takes more time and energy than simply being able to create a clone through mitosis. അതായത് മൈറ്റോസിസിൽ ഒരു ക്ലോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയവും എനർജിയും ഇതിന് വേണ്ടി മിയോസിസിൽ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് ആണ്. അതിലെന്താ പറയുന്നത് വെച്ചാൽ എല്ലാ ഓർഗാനിസംസും അവയുടെ ഇവോൾവ്ഡ് കോംപ്ലക്സിറ്റി ഒന്നും കണക്കാക്കാതെ സെക്ഷൽ റീപ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ക്രോമസോം നമ്പർ മിയോട്ടിക്കലി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജനറ്റിക് റീകോമ്പിനേഷൻ ആൻഡ് അസോസിയേറ്റഡ് സൈറ്റോളജിക്കൽ ഫിനോമിന സച്ച് ആസ് ക്രോമസോം പെയറിംഗ് ആൻഡ് ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ആൻഡ് ചയാസ്മെറ്റ ഓൾ ഒക്കർ ഇൻ മിയോട്ടിക്കലി ഡിവൈഡിങ് സെൽസ്. അതായത് ജനറ്റിക് റീകോമ്പിനേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റോളജിക്കൽ ഫിനോമിനസ് ആയിട്ടുള്ള ക്രോമസോം പെയറിങ്, ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്, ഫോർമേഷൻ ഓഫ് ചയാസ്മേറ്റ ഒക്കെ മിയോട്ടിക്കലി ഡിവൈഡിങ് സെൽസിലാണ് നടക്കുന്നത്. Then the majority of genes do not turn the meiotic process entirely off. They rather interfere with its distinct steps. മെജോറിറ്റി ഓഫ് ജീൻസും മിയോട്ടിക് പ്രോസസ്സിലൂടെ പൂർണ്ണമായിട്ടും, അതായത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യണത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്റ്റിങ് സ്റ്റെപ്സിലൂടെ ഇടപെടുന്നു അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. These comparisons of meiotic mutants make it possible to distinguish between primary and secondary abnormalities caused by mutations in different genes. അതായത് ഈ ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ മിയോട്ടിക് മ്യൂട്ടൻസ് തമ്മിലുള്ള ഈ ഒരു കമ്പാരിസൺ ഡിഫറെൻറ്റ് ജീൻസിലെ മ്യൂട്ടേഷൻസ് കാരണം ഉണ്ടാകുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി അബ്നോർമാലിറ്റീസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പോസിബിളാക്കുന്നു. ദെൻ അതർ മിയോട്ടിക് മ്യൂട്ടൻസ് ക്യാൻ സെർവ് ആസ് പോയിൻറ്റ്സ് പ്ലോട്ടഡ് ഓൺ എ ജനറ്റിക് ഫ്ലോ ചാർട്ട് ഡിപ്പിക്റ്റിംഗ് ദ സീക്വൻഷ്യൽ സ്വിച്ചിങ് ഓൺ മിയോട്ടിക് ജീൻസ്. അതായത് ഈ മിയോട്ടിക് ജീൻസിൽ സീക്വൻഷ്യൽ സ്വിച്ചിങ് കാണിക്കുന്ന ഒരു ജനറ്റിക് ഫ്ലോ ചാർട്ടിൽ മറ്റ് മിയോട്ടിക് മ്യൂട്ടൻസ് പ്ലോട്ട് ചെയ്ത പോയിൻറ്റ്സ് ആയിട്ട് സെർവ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ദെൻ ക്രോമസോം ബിഹേവിയർ അപ്പിയർ ടു ബി കൺട്രോൾഡ് അറ്റ് 2 ലെവൽസ്. ക്രോമസോം ബിഹേവിയർ 2 ലെവലിലായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. There seems to exist a group of genes controlling the behavior of the chromosomes in the nucleus and another group that controls the behavior of single chromosomes. അതായത് ന്യൂക്ലിയസിലെ ക്രോമസോംസിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന, അതായത് ന്യൂക്ലിയസിലെ ക്രോമസോംസിന് മൊത്തത്തിലുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസും അതേപോലെ തന്നെ സിംഗിൾ ക്രോമസോംസിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പും ഉണ്ട് എന്നാണ് പറയണത്.
ഇനി നമുക്ക് ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് ഇൻ പ്ലാന്റ്സ് ആണ് പറയണത്. The gene controlling meiotic progression in plants and not affecting mitotic progression are most widely studied in mice, Z-mice and cruciferous plant Arabidopsis thaliana. അതായത് പ്ലാന്റ്സിലെ മിയോട്ടിക് പ്രോഗ്രഷനെ കൺട്രോൾ ചെയ്യുന്നതും എന്നാൽ മൈറ്റോട്ടിക് പ്രോഗ്രഷനെ അഫക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ജീൻസിനെ മോസ്റ്റ് വൈഡ്ലി സ്റ്റഡി ചെയ്യുന്നത് സി മൈസിനും അതേപോലെ തന്നെ ക്രൂസിഫറസ് പ്ലാന്റ് ആയിട്ടുള്ള അറാബിഡോപ്സിസ് താലിയാനയിലുമാണ്. ഇങ്ങനെയുള്ള ജീൻസ്, അതായത് മിയോട്ടിക് പ്രോഗ്രഷനെ കൺട്രോളും ചെയ്യുന്നുണ്ട്, മൈറ്റോട്ടിക് പ്രോഗ്രഷൻ അത് എഫക്റ്റും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ജീൻസ് സൊമാറ്റിക് സെൽ സൈക്കിളിൽ പ്ലാന്റിൻ്റെ സൊമാറ്റിക് സെൽ സൈക്കിളിൽ സൈലൻ്റ് ആയിട്ടായിരിക്കും കാണുക. These genes were first discovered at the turn of 1930s in the course of the development of mice genetics by Beadle, who later became a Nobel Prize laureate for the development of the genetics of neurospora and the one gene one enzyme hypothesis. അതായത് 1930s ഒക്കെ തുടക്കത്തിൽ ഈ ജീൻസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ബീഡിലാണ്. അത് എപ്പോഴാണ്? മൈസ് ജെനറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം അത് വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ജീൻസിനെ ഡിസ്കവർ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ന്യൂറോസ്പോറയിലുള്ള ജെനറ്റിക്സിൻ്റെ ബേസിസിലും വൺ ജീൻ വൺ ഹൈപ്പോത്തസിസിനൊക്കെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇൻ മൈസ് ബീഡിൽ ഡിസ്കവർ recessive mutations polymitotic which led to premature mitotic division after meiosis 2. അതായത് ബീഡിൽ റെസസീവ് മ്യൂട്ടേഷൻസ് പോളിമൈറ്റോട്ടിക് ആണെന്ന് കണ്ടെത്തി. ഇത് മിയോസിസ് 2 ശേഷം പ്രീമെച്വർ മൈറ്റോട്ടിക് ഡിവിഷനിലേക്ക് നയിച്ചു. അതായത് മൈസിൽ അവിടെ ഉണ്ടാകുന്ന റെസസീവ് മ്യൂട്ടേഷൻസ് പോളിമൈറ്റോട്ടിക് ആണെന്ന് ബീഡിൽ ഡിസ്കവർ ചെയ്തു. ഇത് ദാറ്റ് ലീഡ്സ് ടു പ്രിമച്വർ മൈറ്റോട്ടിക് ഡിവിഷൻ ആഫ്റ്റർ മിയോസിസ് 2. അതല്ലാതെ ആൻഡ് അസിനാപ്റ്റിക് വിച്ച് പ്രിവെൻറ്റഡ് ദ ക്രോമസോം സിനാപ്സിസ്. ദീസ് മ്യൂട്ടേഷൻസ് കോസ്ഡ് ന്യൂക്ലിയർ സ്റ്റെറിലിറ്റി ഇൻ പ്ലാന്റ്സ്. കൂടാതെ ക്രോമസോം സിനാപ്സിസ് പ്രിവെൻറ്റ് ചെയ്യുന്ന അസിനാപ്റ്റിക് മ്യൂട്ടേഷൻസ് കണ്ടെത്തി. ഈ മ്യൂട്ടേഷൻസ് പ്ലാന്റിലെ ന്യൂക്ലിയർ അല്ലെങ്കിൽ ക്രോമസോമൽ സ്റ്റെറിലിറ്റി പ്ലാന്റ്സിലെ ന്യൂക്ലിയർ അല്ലെങ്കിൽ ക്രോമസോമൽ സ്റ്റെറിലിറ്റിക്ക് കാരണമായി. പോളിമൈറ്റോട്ടിക് മ്യൂട്ടേഷനും അസിനാപ്റ്റിക് മ്യൂട്ടേഷനും അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. പോളിമൈറ്റോട്ടിക് മ്യൂട്ടേഷൻ എന്താ ചെയ്യുന്നത്? പ്രിമച്വർ മൈറ്റോട്ടിക് ഡിവിഷൻ, മിയോസിസ് 2 ശേഷമുള്ള പ്രിമച്വർ മൈറ്റോട്ടിക് ഡിവിഷന് കാരണമായി. അസിനാപ്റ്റിക്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രോമസോം സിനാപ്സിസ് അത് പ്രിവെൻറ്റ് ചെയ്തു. Then in the late 1990s, first in Great Britain, then in other countries, intensive studies of meiotic genes in Arabidopsis thaliana, a convenient model object for plant genetics, began and continue to this day. അതായത് ഇൻ ദ ലേറ്റ് 1990s ഫസ്റ്റ് ഗ്രേറ്റ് ബ്രിട്ടനിലും പിന്നീട് മറ്റ് രാജ്യങ്ങളിലും പ്ലാൻ ജെനറ്റിക്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു മോഡൽ ഒബ്ജക്റ്റ് ആയിട്ട് അറാബിഡോപ്സിസ് താലിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൂസിഫറസ് പ്ലാന്റ്, അതിലെ മിയോട്ടിക് ജീൻസിനെ കുറിച്ചിട്ട് ഇൻറ്റൻസീവ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദീസ് സ്റ്റഡീസ്, ഈ സ്റ്റഡീസിൽ ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ജെനറ്റിക് സ്ക്രീൻസ് ആർ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മ്യൂട്ടേഷൻസ്. ഈ സ്റ്റഡീസിൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ജെനറ്റിക് സ്ക്രീൻസ് ന്യൂ മ്യൂട്ടേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്തു. Analysis of the genetic control of meiosis in allopolyploid wheat and other allopolyploids has yielded important results for understanding the phenomenon of diploidization of allopolyploids. അതായത് പോളിപ്ലോയിഡ് വീറ്റിലും മറ്റ്
അലോപോളിപ്ലോയിഡ്സിലും മിയോസിസിൻ്റെ ജനറ്റിക് കൺട്രോളിൻ്റെ അനാലിസിസ് ഡിപ്ലോയിഡൈസേഷൻ ഓഫ് അലോപോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് നൽകി. Then the total of 39 meiosis specific genes are known in mice, 28 genes in rice and about 80 genes in Arabidopsis. അതായത് മൈസിൽ ടോട്ടൽ 39 മിയോസിസ് സ്പെസിഫിക് ജീൻസ് ഉണ്ട്, റൈസിൽ 28 ഉണ്ട്, അറാബിഡോപ്സിസിൽ 80 ജീൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. കമ്പാരിസൺ ഓഫ് ദ മിയോട്ടിക് ജീൻസ് ഓഫ് cereals, mice and rice with the genes of a cruciferous plant അറാബിഡോപ്സിസ് താലിയാന. അതായത് മിയോട്ടിക് ജീൻസ് സിറിയൽസിലെയും മൈസിലെയും റൈസിലെയൊക്കെ മിയോട്ടിക് ജീൻസ് അറാബിഡോപ്സിസ് താലിയാനയിലെ ജീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോസ് ദാറ്റ് ദർ ആർ സീരീസ് ഓഫ് ജീൻസ് വിത്ത് ദ സെയിം ഫിനോടൈപ്പിക് മാനിഫെസ്റ്റേഷൻ ഇൻ മിയോസിസ്. അതായത് മിയോസിസിൽ ഒരേ ഫിനോടൈപ്പിക് മാനിഫെസ്റ്റേഷൻസ് ഉള്ള സീരീസ് ഓഫ് ജീൻസ് ഉണ്ടെന്ന് കാണിക്കുന്നു. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ജീൻസാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് മൈസ് MAC1, റൈസ് TDL1, അങ്ങനെ കുറച്ച് ജീൻസിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താ പറയുക, മിയോസിസിൽ ഒരേ ഫീനോടൈപ്പിക് മാനിഫെസ്റ്റേഷൻ ഉള്ള സീരീസ് ഓഫ് ജീൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജീൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ Studies of the meiosis-specific gene expression are being developed on the basis of the transcriptome analysis of the same model species. അതായത് മിയോസിസ് സ്പെസിഫിക് ജീൻ എക്സ്പ്രഷനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് സെയിം മോഡൽ സ്പീഷീസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റോം അനാലിസിസിൻ്റെ ബേസിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. These studies make it possible to detect differences in both the level of gene expression at different stages of meiosis and the differences in splicing reflected in predominant mRNA isoforms. ഈ സ്റ്റഡീസ് മിയോസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിലെ ജീൻ എക്സ്പ്രഷൻ്റെ ലെവലിലും അതേപോലെ തന്നെ mRNA ഐസോഫോംസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്പ്ലൈസിങ്ങിലെ ഡിഫറൻസും കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. Then until now the nature of the series of mutations leading to heterologous synapses in diploid rye has remained obscure. At least 3 of these genes, SY10, SY19 and SY18 are non-allelic and localized on different chromosomes. ഇവിടെ കുറച്ച് ജീൻസിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, SY എന്നൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇതുവരെ ഡിപ്ലോയിഡ് റൈയിലെ ഹെറ്ററോലോഗസ് സിനാപ്സിസിലേക്ക് നയിക്കുന്ന മ്യൂട്ടേഷൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല. ഈ ജീൻസിൽ കുറഞ്ഞത് ഇത് നോൺ അല്ലലിക് ജീൻസാണ്. ഈ ജീൻസ് അപ്പോൾ അത്ര ക്ലിയർ അല്ല പറഞ്ഞല്ലേ. ഈ ജീൻസിൽ കുറഞ്ഞത് 3 SY10, SY19 ആൻഡ് SY18 എന്ന് പറഞ്ഞിട്ടുള്ള നോൺ അല്ലലിക്കും ഡിഫറെൻറ്റ് ക്രോമസോമിൽ ലോക്കലൈസ് ചെയ്തിട്ടുള്ളതുമാണ് എന്നാണ് പറയുന്നത്. ഈ ജീൻസ് നോൺ അല്ലലിക്കും ആണ്, ഡിഫറെൻറ്റ് ക്രോമസോംസിൽ ലോക്കലൈസ് ചെയ്തിട്ടുള്ളതുമാണ് എന്നാണ് പറയുന്നത്. The absence of allelism of these genes with the same activity suggests the regulatory function of these genes in the chromosome pairing and synapses. അതായത് ഒരേ ആക്ടിവിറ്റി ഉള്ള ഈ ജീൻസിൻ്റെ അല്ലലിസത്തിൻ്റെ ആബ്സെൻസ് ക്രോമസോം പെയറിങ്ങും സിനാപ്സിസിലും ഈ ജീൻസിൻ്റെ റെഗുലേറ്ററി ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? It can be suggested that such genes can control different stages of multi-stage pairing and synapses of homologous chromosomes. അത്തരം ജീൻസിന് മൾട്ടി സ്റ്റേജ് പെയറിങ്ങിൻ്റെയും ഹോമലോഗസ് ക്രോമസോംസിൻ്റെ സിനാപ്സിസിൻ്റെയും ഡിഫറെൻറ്റ് സ്റ്റേജസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. എത്ര തരത്തിലുള്ള ജീൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രോമസോം പെയറിങ്ങിലും സിനാപ്സിസിലും അതൊരു റെഗുലേറ്ററി ഫങ്ഷൻസ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ജീൻസ്. ഏത് നേരത്തെ പറഞ്ഞ
നമ്മൾ പറഞ്ഞില്ലേ ഡിപ്ലോയിഡ് റൈയിലെ ഹെട്രോലോഗസ് സിനാപ്സിസിലേക്ക് മ്യൂട്ടേഷൻസിൻ്റെ നേച്ചർ അത്ര ക്ലിയർ അല്ല, പക്ഷേ ഈ ജീൻസിൽ കുറഞ്ഞത് 3 നോൺ അലീലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്രോമസോംസിൽ ലോക്കലൈസ് ചെയ്തിട്ടുള്ള ജീൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോമസോം പെയറിങ്ങിലും സിനാപ്സിസിലും ഈ ജീൻസിൻ്റെ റെഗുലേറ്ററി ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജീൻസിന് മൾട്ടി സ്റ്റേജ് പെയറിങ്ങിൻ്റെയും ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ സിനാപ്സിസിൻ്റെയും ഡിഫറെൻറ്റ് സ്റ്റേജസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. Then it is important that the mutations of these genes are found in diploid rai in the meiosis of which, unlike the allopolyploid T ischium wheat, there is no need to prevent synapses of homologous chromosomes, but like any diploid organisms there is a need to prevent synapses of simply non-homologous chromosomes. അതായത് ഈ ജീൻസിൻ്റെ മ്യൂട്ടേഷൻസ് ഡിപ്ലോയിഡ് റൈയിൽ കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മിയോസിസിൽ, അതായത് അൺലൈക്ക് ടി ഈസ്റ്റീവ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ മിയോസിസിൽ ഹോമോലോഗസ് സിനാപ്സിസ് പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസംസിനെ പോലെ നോൺ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ സിനാപ്സിസ് തടയേണ്ടത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് ഇൻ പ്ലാന്റ്സ് ആണ് പറഞ്ഞത്. അതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് സീമൈസിലും അറാബിഡോപ്സിസ് താലിയാനയിലാണ് ഈ ഇങ്ങനെയുള്ള ഒരു മിയോസിസ് സ്പെസിഫിക് ജീൻസിൻ്റെ സ്റ്റഡി കൂടുതലായിട്ടും വൈഡ്ലി സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അറാബിഡോപ്സിസ് താലിയാനയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോയിഡ് റൈയിലുള്ള ഡിഫറെൻറ്റ് ജീൻസിൻ്റെ സ്പെസിഫൈഡ് ജീൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയൊക്കെയാണ് പ്ലാന്റ്സിൽ ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിലെ മിയോസിസിൻ്റെ ജനറ്റിക് കൺട്രോളാണ് പറയുന്നത്. By the beginning of 2000, more than 80 genes specifically controlling meiosis and meiotic recombination in Drosophila melanogaster have been described. അതായത് 2000-ൻ്റെയൊക്കെ തുടക്കത്തിൽ ഡ്രോസോഫിലയിലെ മിയോസിസിൻ്റെ അല്ലെങ്കിൽ മിയോട്ടിക് റീകോമ്പിനേഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മോർ ദാൻ 80 ജീൻസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മിയോസിസ് ഇൻ ഡ്രോസോഫില ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്ലാസിക്കൽ മോഡലിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഡ്രോസോഫിലയിലെ മിയോസിസ് എന്ന് പറയുന്നത്. Then in females these differences concern cytological features of prophase 1 which have no principal genetic significance. ഫീമെയിൽസിൽ ഈ ഡിഫറൻസസ് കൺസേൺ ചെയ്യുന്നത് പ്രൊഫേസ് 1ൻ്റെ സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്നാൽ ഇതിന് വിച്ച് ഹാവ് നോ പ്രിൻസിപ്പൽ ജനറ്റിക് സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. Then Drosophila males lack lateral synapses of chromosomes, recombination and chiasmata, and their chromosomes segregate in meiosis 1 following the touch and go principle. അതായത് ഡ്രോസോഫില മെയിൽസിന് ക്രോമസോംസ്, റീകോമ്പിനേഷൻ, ചയാസ്മേറ്റ് എന്നിവയുടെ ഒന്നും ലാറ്ററൽ സിനാപ്സിസ് ഇല്ല. കൂടാതെ their chromosomes touch and go പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് മിയോസിസിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മിയോട്ടിക് ജീൻസ് ഇൻ ഡ്രോസോഫില can be classified according to their functions as affecting prerequisites for recombination and crossing over, controlling chromosome segregation in meiosis 1 separately in males and females, and controlling sister chromatid segregation in meiosis 2 in both sexes. അതായത് മിയോട്ടിക് ജീൻസ് ഇൻ ഡ്രോസോഫിലയിലെ മിയോട്ടിക് ജീൻസിനെ ക്ലാസിഫൈ ചെയ്യാം എങ്ങനെയെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസ് ആസ് അഫക്റ്റിംഗ് പ്രീ റിക്വസൈറ്റ്സ് ഫോർ റീകോമ്പിനേഷൻ ആൻഡ് ക്രോസിംഗ് ഓവർ. അപ്പോൾ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ മെയിൽസിലും ഫീമെയിൽസിലും മിയോസിസ് 1ലെ ക്രോമസോം സെഗ്രിഗേഷൻ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ മെയിലിലും ഫീമെയിലിലും മിയോസിസ് 2ലെ സിസ്റ്റർ ക്രോമാറ്റിഡ് സെഗ്രിഗേഷൻ കൺട്രോൾ ചെയ്യുന്നതായിട്ടും. മനസ്സിലായില്ലേ? അതായത് ഡ്രോസോഫിലയിലെ മിയോട്ടിക് ജീൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്?
അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസ്, അവരുടെ ഫങ്ഷൻസ് ആസ് അഫക്റ്റിംഗ് പ്രീ റിക്വസൈറ്റ്സ് ഫോർ റീകോമ്പിനേഷൻ ആൻഡ് ക്രോസിംഗ് ഓവർ. അപ്പോൾ ആ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ മെയിൽസിലും ഫീമെയിൽസിലും മിയോസിസ് വണ്ണിലെ ക്രോമസോം സെഗ്രിഗേഷൻ കൺട്രോൾ ചെയ്യുന്നതായിട്ടും അതേപോലെ തന്നെ മെയിൽസിലും ഫീമെയിൽസിലും മിയോസിസ് 2-ലെ സിസ്റ്റർ ക്രോമാറ്റിഡ് സെഗ്രിഗേഷൻ, മിയോസിസ് 2-ൽ നടക്കുന്നുണ്ടല്ലോ സിസ്റ്റർ ക്രോമാറ്റിഡ് സെഗ്രിഗേഷൻ, അതിൻ്റെ എന്താ പറയുക അതിനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട്. ദെൻ സം മിയോട്ടിക് ജീൻസ് ആർ പ്ലിയോട്രോപ്പിക്, ചിലത് പ്ലിയോട്രോപ്പിക്കുമാണ്. ദെൻ ദർ ആർ മിയോട്ടിക് ജീൻസ് കൺട്രോളിങ് മൈറ്റോസിസ് ആൻഡ് വൈസ് വെർസ. ഇവിടെ എന്താ പറയുക മൈറ്റോസിസ് കൺട്രോൾ ചെയ്യുന്ന മിയോട്ടിക് ജീൻസ് ഉണ്ട്, അതേപോലെ തന്നെ തിരിച്ചും മിയോസിസ് കൺട്രോൾ ചെയ്യുന്ന മൈറ്റോട്ടിക് ജീൻസും ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ സൊമാറ്റിക് സെൽസിലെ DNA റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ചില ജീൻസും മിയോസിസിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഡ്രോസോഫിലയിലെ മിയോട്ടിക് ജീൻസിനെ മറ്റ് ഓർഗാനിസംസിലെ അവയുടെ കൗണ്ടർ പാർട്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഡ്രോസോഫില. അതായത് നമ്മളൊരു ജനറ്റിക് കൺട്രോളിൻ്റെ ബേസിൽ, അതായത് ഫീമെയിലിൽ അത് അത്ര ജനറ്റിക് സിഗ്നിഫിക്കൻസ് ഒന്നും കാണിക്കുന്നില്ല. എന്നാൽ മെയിൽസിൽ അത് കാണിക്കുന്നുണ്ട്. ക്രോമസോംസ് റീകോമ്പിനേഷൻ, ചയാസ്മേറ്റ് എന്നിവയുടെയൊക്കെ ലാറ്ററൽ സിനാപ്സിസ് ഇല്ല. അതേപോലെ തന്നെ അവരുടെ ക്രോമസോംസ് ടച്ച് ആൻഡ് ഗോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡ്രോസോഫിലയിലെ മിയോട്ടിക് ജീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ചിലത് പ്ലിയോട്രോപ്പിക് ആണെന്ന് പറഞ്ഞു. മിയോസിസ് കൺട്രോൾ ചെയ്യുന്ന മൈറ്റോട്ടിക് ജീൻസും മൈറ്റോസിസ് കൺട്രോൾ ചെയ്യുന്ന മിയോട്ടിക് ജീൻസും ഉണ്ട്. പിന്നെ ചില ജീൻസ് സൊമാറ്റിക് സെൽസിലെ DNA റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ചില ജീൻസ് മിയോസിസിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഡ്രോസോഫിലയിൽ. ഇത്രയൊക്കെയാണ് ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് ഇൻ ഡ്രോസോഫില പറയാനുള്ളത്. ഇനി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, സിഗ്നിഫിക്കൻസ് പറഞ്ഞു, ജനറ്റിക് കൺട്രോൾ പറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ആണ് പറയാനുള്ളത് ജനറ്റിക് കൺസീക്വൻസസ് ഓഫ് മിയോസിസ് ആണ്. ജനറ്റിക് കൺസീക്വൻസസ് ഓഫ് മിയോസിസ് പ്രധാനമായിട്ടും സെഗ്രിഗേഷൻ ഓഫ് ഹോമോലോഗ്സ് ആൻഡ് റീകോമ്പിനേഷൻ ഇൻ മിയോസിസ് ആൻഡ് ഹാവ് ഇമ്പോർട്ടൻറ്റ് കൺസീക്വൻസസ്. ഇവയ്ക്കാണ് ഹോമോലോഗ്സിൻ്റെ സെഗ്രിഗേഷൻ, അതേപോലെ തന്നെ മിയോസിസിലെ റീകോമ്പിനേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസീക്വൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ആൻഡ് DNA കണ്ടന്റ്. ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് അല്ല, കൺസീക്വൻസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കൺസീക്വൻസ് ആണ് റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ആൻഡ് DNA കണ്ടന്റ്, അത് നമുക്കറിയാം. ദെൻ മിയോട്ടിക് റീകോമ്പിനേഷൻ ഓർ ക്രോസിംഗ് ഓവർ. മിയോട്ടിക് റീകോമ്പിനേഷൻ എന്താണെന്ന് നമ്മൾ നേരെ പറയുന്നുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്. മിയോട്ടിക് റീകോമ്പിനേഷനിലൂടെ അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ജനറ്റിക് വേരിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ നോർമൽ ക്രോമസോം ഡിസ്റ്റങ്ഷൻ എൻഷ്വർ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ജീൻസ് എങ്ങനെ പരസ്പരം ഇൻഡിപെൻഡൻ്റ്ലി സെപ്പറേറ്റ് ചെയ്യാം എന്നാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസീക്വൻസസ് ആയിട്ടാണ് പറയുന്നത്. അവിടെ എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട് മിയോസിസ്, അതേപോലെ തന്നെ ജനറ്റിക് വേരിയേഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മിയോസിസ് ടൈമിൽ പെയേഴ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഹാഫായിട്ട് ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ഈ സെഗ്രിഗേഷൻ ഓർ അസോർട്ട്മെൻറ്റ് റാൻഡം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ആൻഡ് DNA കണ്ടന്റ്, പിന്നെ മിയോട്ടിക് റീകോമ്പിനേഷൻ, ദെൻ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ദെൻ അഡീഷണൽ ഷഫ്ലിംഗ് ബൈ ക്രോസിംഗ് ഓവർ. അഡീഷണൽ ഷഫ്ലിംഗ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവറിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദിസ് കോസ് ദ ജനറ്റിക് വേരിയേഷൻ. അതാണ് അടുത്ത കൺസീക്വൻസസ് ആയിട്ട് പറയുന്നത്. ദെൻ നോൺ ഡിസ്റ്റങ്ഷൻ.
ഇനി അടുത്തത് നോൺ ഡിസ്റ്റങ്ഷൻ. ഡിസ്റ്റങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, refers to the failure of two members of a homologous chromosome pair to separate during anaphysis. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Meiotic non-distinction occurs when chromosomes fail to separate from each other during meiosis. മിയോസിസിൻ്റെ സമയത്ത് ക്രോമസോംസ് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ മിയോട്ടിക് നോൺ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുക, ഇഫ് ദ ഫെയിലിയർ ടു സെപ്പറേറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലാണ് ഈ ഒരു നോൺ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് സെപ്പറേഷൻ ഓഫ് ക്രോമസോം നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി നോൺ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഹാപ്ലോയിഡ് സെൽസ് ഹാവ് all of the haploid cells have the abnormal number of chromosomes. അപ്പോൾ പ്രൈമറി നോൺ ഡിസ്റ്റിങ്ഷന് റിസൾട്ടായിട്ട് പറയുന്നത് അവിടെയുള്ള എല്ലാ ഹാപ്ലോയിഡ് സെൽസിലും അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നോൺ ഡിസ്റ്റിങ്ഷൻ ഒക്കെ ചെയ്യുന്നത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലാണെങ്കിൽ അതിന് നമ്മൾ സെക്കൻഡറി നോൺ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നു. അവിടെ 4 ഹാപ്ലോയിഡ് സെൽസിൽ 2 എണ്ണത്തിനെയായിരിക്കും അത് അഫക്റ്റ് ചെയ്യുക. ഇതാണ് എന്താ പറയുക ഒരു നോൺ ഡിസ്റ്റിങ്ഷൻ, മിയോട്ടിക് നോൺ ഡിസ്റ്റിങ്ഷന് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നോൺ ഡിസ്റ്റിങ്ഷൻ. ലീഡിങ് അനീപ്ലോയിഡി ഡിസീസസ്, ട്രൈസോമി 21, ഡൗൺ സിൻഡ്രം, ഇതിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട് നോൺ ഡിസ്റ്റിങ്ഷൻ. ഇതൊരു ട്രൈസോമി 21ൻ്റെ ഒരു ഡൗൺ സിൻഡ്രം ബാധിച്ച ഒരു പേഴ്സൻ്റെ ഒരു കാരിയോടൈപ്പിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് ജനറ്റിക് റീകോമ്പിനേഷൻ ആണ്. ജനറ്റിക് റീകോമ്പിനേഷൻ നമ്മൾ കുറേ കേട്ടില്ലേ, അതെന്താണ്? Recombination involves the physical breakage of individual DNA molecules and the ligation of the split ends from one DNA duplex with the split ends of the duplex from the homologous chromosomes. ഇൻഡിവിജ്വൽ DNA മോളിക്യൂൾസിൻ്റെ ഫിസിക്കൽ ബ്രേക്കേജും ഒരു DNA ഡ്യൂപ്ലെക്സിൽ നിന്നുള്ള സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ ലിഗേഷനും ഹോമോലോഗസ് ക്രോമസോമിൽ നിന്നുള്ള ഡ്യൂപ്ലെക്സിൻ്റെ സ്പ്ലിറ്റ് എൻഡ്സും ഒക്കെ ഈ റീകോമ്പിനേഷനിൽ ഉൾപ്പെടുന്നു. A simplified model of the proposed steps that are occur during the recombination in eukaryotic cells is shown in figure. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം. ഇതാണ് എന്താ പറയുക ജനറ്റിക് റീകോമ്പിനേഷൻ ഇനീഷ്യേറ്റഡ് ബൈ ഡബിൾ സ്ട്രാൻഡ് സ്ട്രീക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രൊപ്പോസ്ഡ് മെക്കാനിസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യുക്കാരിയോട്ടിക് സെൽസിൽ റീകോമ്പിനേഷൻ ടൈമിൽ ഉണ്ടാകുന്ന സ്റ്റെപ്സിൻ്റെ ഒരു സിംപ്ലിഫൈഡ് മോഡലാണിത്. ഈ മോഡലിൽ എന്താ പറയുന്നത് വെച്ചാൽ, അതായത് പിന്നെയും റീകമ്പൈൻ ചെയ്യാൻ പോണ 2 DNA ഡ്യൂപ്ലെക്സസ് ഒന്നിന് പിറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യുന്നു. സം ടൈപ്പ് ഓഫ് ഹോമോലോഗസ് സെർച്ചിൻ്റെ ഫലമായിട്ട് ഹോമോലോഗസ് DNA മോളിക്യൂൾസ് പരസ്പരം റീകോമ്പിനേഷൻ ആയിട്ടുള്ള പ്രിപ്പറേഷനിലുമാണ്. ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്, ഈ ഒരു മോഡലിൽ കാണിക്കുന്നത്. കണ്ടില്ലേ? ഇൻ ദിസ് മോഡൽ 2 DNA duplexes that are about to recombine become aligned next to one another as the results of some type of homology search in which homologous DNA molecules associated with one another in preparation of recombination. ഇതാണ് ജനറ്റിക് റീകോമ്പിനേഷനിൽ പറയുന്നത്. ജനറ്റിക് റീകോമ്പിനേഷനിൽ മെയിനായിട്ടും ഫിസിക്കൽ ബ്രേക്കേജ്, അതേപോലെ തന്നെ ഒരു DNA ഡ്യൂപ്ലെക്സിൽ നിന്ന് സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ ലിഗേഷനും ഹോമോലോഗസ് ക്രോമസോംസിലുള്ള ഡ്യൂപ്ലെക്സിൻ്റെ സ്പ്ലിറ്റ് എൻഡ്സും ജനറ്റിക് റീകോമ്പിനേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. യൂക്കാരിയോട്ടിക് സെൽസിലെ റീകോമ്പിനേഷൻ ടൈമിൽ ഉണ്ടാകുന്ന സ്റ്റെപ്സാണ് ഇവിടെ ഒരു സിംപ്ലിഫൈഡ് മോഡൽ, അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ജനറ്റിക് റീകോമ്പിനേഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ജനറ്റിക് കൺസീക്വൻസസ് ആണ് പറഞ്ഞത്. ജനറ്റിക് കൺസീക്വൻസസിൽ ഫസ്റ്റ് ക്രോമസോം നമ്പറിൻ്റെയും DNA കണ്ടൻറ്റിൻ്റെയും റിഡക്ഷൻ, ദെൻ മിയോട്ടിക് റീകോമ്പിനേഷനിൽ ക്രോസിംഗ് ഓവർ എന്നൊക്കെ പറയാം. അവിടെ ജനറ്റിക് വേരിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നോർമൽ ക്രോമസോം ഡിസ്റ്റിങ്ഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്, നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്ന്. അവിടെ
ജനറ്റിക് ഡൈവേഴ്സിറ്റി ജനറേറ്റ് ചെയ്യുന്നു, ജനറ്റിക് വേരിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ അഡീഷണൽ ഷഫ്ലിങ് ബൈ ക്രോസിംഗ് ഓവറിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഷഫ്ലിംഗ് എന്ന് പറയുന്നത്. അത് ദിസ് കോസ് ദ ജനറ്റിക് വേരിയേഷൻ കോസ് ചെയ്യുന്നു. നോൺ ഡിസ്റ്റങ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യാതിരിക്കുക. അതൊരു പ്രൈമറി നോൺ ഡിസ്റ്റങ്ഷനും സെക്കൻഡറി നോൺ ഡിസ്റ്റങ്ഷനും ഉണ്ട്. പ്രൈമറിക്ക് റിസൾട്ടായിട്ട് എല്ലാ ഹാപ്ലോയിഡ് സെൽസിനും അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. രണ്ടാമത്തെ സെക്കൻഡറി നോൺ ഡിസ്റ്റങ്ഷൻ വരുന്ന സമയത്ത് 4 2 മാത്രമേ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ദാറ്റ് ലീഡ്സ് ടു അന്യൂപ്ലോയിഡ് ഡിസീസസ്, ട്രൈസോമി 21 ഡൗൺ സിൻഡ്രോം ഒക്കെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഡൗൺ സിൻഡ്രത്തിൻ്റെത്, പിന്നെ ജനറ്റിക് റീകോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് മോഡൽ കൊടുത്തു യുക്കാരിയോട്ടിക് സെൽസിലുള്ള. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറ്റിക് കൺസീക്വൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് പറഞ്ഞു, ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് പറഞ്ഞു. അതിൽ തന്നെ ജനറ്റിക് കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ പ്ലാന്റ്സിലും ഡ്രോസോഫിലയിലും വരുന്ന ജനറ്റിക് കൺട്രോൾ ഓഫ് മിയോസിസ് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻറ്റ് കൺസീക്വൻസസ് ഓഫ് മിയോസിസ് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു.